പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറി പനീർ വെച്ചിട്ട്, അതും വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ ആദ്യം കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും ഒരു 3 പഴുത്ത തക്കാളി, മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുത്ത് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അതേ പാനിലേക്ക് തന്നെ വീണ്ടും കുറച്ച് ബട്ടറും ഓയിലും ഒഴിച്ചിട്ട് ഒരു സവാള കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി അത് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഗരം മസാലയും മുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റി പൊടികളുടെ പച്ചമണം മാറുമ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അതതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്നും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഇളക്കിയെടുക്കുക. കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്ത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കിയെടുക്കാം. ഇനി അവസാനമായിട്ട് ഒരു അലങ്കാരത്തിന് കുറച്ച് ബട്ടറും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില അതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വലിയ പാടൊന്നും ഇല്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു വിധ കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ട്രൈ ചെയ്താൽ മാത്രം പോരാ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.